ഈ സംശയമുനകളെല്ലാം നീളുന്നത് പാകിസ്ഥാനിലേക്ക് തന്നെയാണ് സ്വാഭാവികമായും. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആദ്യമായാണെന്ന് തോന്നുന്നു ഈ ആക്രമണം നടന്ന ശേഷം ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇതാദ്യമായി വരുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പങ്കുണ്ടെന്ന ആരോപണം നിഷേധിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ഒരു പങ്കുമില്ല, എല്ലാ തരത്തിലുമുള്ള ഭീകരതയെയും എതിർക്കുന്നുവെന്നും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു. पाकिस्तान का इससे कोई ताल्लुक नहीं है। कथित तौर पे ये सारी होम ग्रोन जो है इंडिया के खिलाफ जो है मुख्तलिफ जो उनकी सो कॉल्ड रियासतें हैं उनमें बगावतें हुई हैं। एक नहीं, दो नहीं है, दर्जनों के हिसाब से। नागालैंड से लेके कश्मीर तक और साउथ में छत्तीसगढ़ में, मणिपुर में, ये सारी जगहों हिंदुस्तान की जो दिल्ली में जो हुकूमत है उसके ख़िलाफ़ बगावत हुई है। और ये होम ग्रोन है, लोग अपनी हुकूक मांग रहे हैं। एक हिंदुत्व वाली हुकूमत जो लोगों को एक्सप्लॉइट कर रही है, माइनॉरिटीज़ को, जिसमें मुसलमान भी हैं, जिसमें क्रिश्चियंस भी हैं, जिसमें बुद्धिस्ट भी हैं, उनको एक्सप्लॉइट कर रही है, उनका कत्लेआम कर रही है। ये उसके ख़िलाफ़ बगावत है, जिसकी वजह से ये वहाँ पे इस किस्म की एक्टिविटीज़ हो रही हैं। हम बिल्कुल कथित तौर पे इसका हमारे साथ कोई ताल्लुक़ नहीं है और हम किसी भी सूरत में जो है टेररिज्म को कहीं भी सपोर्ट नहीं करते। അത് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രതികരണമാണ്. ഭീകരവാദവുമായി ഒരു ബന്ധവുമില്ല, ഏത് തരത്തിലുള്ള ഭീകരവാദത്തെയും പാകിസ്ഥാൻ എതിർക്കും. ഭാരതീയ സേന സജിത്ത്, ഈ വാഗ്ധോരണികൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പാക് സൈന്യം അറിയാതെ എങ്ങനെയാണ് പഹൽഗാമിൽ ഇങ്ങനെ സൈനിക വേഷത്തിൽ തീവ്രവാദികൾ, ഭീകരവാദികൾ എത്തിയത് എന്നതിന് ഉത്തരം പറയുക കുറച്ച് ബുദ്ധിമുട്ടാവും, ഒരു വശത്ത് ഇത്തരം വലിയ പ്രസ്താവനകളൊക്കെ നടത്തുമ്പോഴും. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ആക്രമണത്തിന്റെ സ്വഭാവം, ഈ ആക്രമണത്തിന് തെരഞ്ഞെടുത്ത സമയം, ആക്രമണം കൊണ്ട് ലോകത്തിന് നൽകാൻ അവർ ഉദ്ദേശിക്കുന്ന സന്ദേശം, ഇതേക്കുറിച്ചായിരുന്നു. ഇത് ഈ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ കൂടി ചേർത്ത് വെച്ച് എങ്ങനെ പറയാം? സ്വാഭാവികമായും ഇന്ത്യയിൽ ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ സംശയം നീളുക, ആദ്യമൊരു നീളുക പാകിസ്ഥാന് നേരെയാണ്. സ്വാഭാവികമായും പാകിസ്ഥാൻ അതിന് ഉത്തരം പറയേണ്ടിയും വരും. പ്രധാനമായും ഈ ഭീകരവാദത്തെ ചെറുക്കുന്ന, തീവ്രവാദത്തെ എതിർക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇന്ത്യക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാന്റെ ഈ പ്രതികരണത്തിന് ഏറെ പ്രത്യേകതകളുള്ളത്. ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി ഇതിന് പിന്നിൽ ആര് എന്നത് സംബന്ധിച്ച ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. പാകിസ്ഥാനെ ആ തരത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ തങ്ങൾക്കിതിൽ പങ്കില്ല, ഭീകരവാദത്തെ, തീവ്രവാദത്തെ ചെറുക്കുന്ന നിലപാടാണ് തങ്ങൾക്ക് എക്കാലവും ഉള്ളത് എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളുടെ ചിത്രം നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബാരാമുള്ളയിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യവും നമുക്കറിയാം. എന്താണ് സംഭവിക്കുന്നത്? പാകിസ്ഥാൻ മിലിറ്റൻസുമായിട്ടാണ് ഇന്ത്യൻ ആർമിക്ക് അവിടെ ഏറ്റുമുട്ടേണ്ടി വരുന്നത്. ഭീകരവാദികൾക്കെതിരെ ഏറ്റുമുട്ടി രാജ്യത്തിൻ്റെ സമാധാനവും സുരക്ഷയും നിലനിർത്താൻ വേണ്ടി പോരാടുകയാണ് അവിടെ സാഹചര്യം. ഇതിനിടയിലാണ് സാധാരണക്കാരായ വിനോദസഞ്ചാരികൾക്ക് നേരെ മറ്റൊരു ആക്രമണം രാജ്യത്തിനകത്ത് സംഭവിക്കുന്നത്. രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഒരേ സമയം ഏറ്റുമുട്ടൽ, അതേസമയം ഇന്നലെ നടന്ന സംഭവം രാജ്യത്തിനുള്ളിൽ വിനോദസഞ്ചാരികൾ ഏറെ സാധാരണക്കാർ വന്നു പോകുന്ന മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നതാണ്. എന്തായാലും പാകിസ്ഥാൻ ആദ്യവട്ടം നടത്തിയിരിക്കുന്ന ഈ പ്രതികരണം തങ്ങൾക്ക് ബന്ധമില്ല, തങ്ങൾക്കെതിരായി നടക്കാൻ പോകുന്ന നീക്കങ്ങൾ തുടക്കത്തിലെ ചെറുക്കുക എന്നൊരു നയതന്ത്രമായിരിക്കാം അവർ സ്വീകരിക്കുക. ഇക്കാര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് കൂടി ശ്രദ്ധേയമാണ്. ഒരുപക്ഷേ സുരക്ഷാ കൗൺസിൽ യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. ഇതിനകം തന്നെ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംഘടനയ്ക്ക് ലഷ്കർ ഇ തോയ്ബ ബന്ധമുള്ളതാണ്, അതിൻ്റെ സഹോദര സംഘടനയാണെന്ന പേരുള്ളതാണ്. ഇതിനകം തന്നെ ചില പ്രധാനപ്പെട്ട തീവ്രവാദി നേതാക്കളുടെ പേരുകളും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കപ്പെടുന്നുണ്ട്. അതിൽ ചില വ്യക്തതകൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇതിനകം നമ്മൾ പുറത്തുവിട്ട ചിത്രങ്ങളടക്കം ഈ ആക്രമണത്തിൽ പങ്കെടുത്ത തീവ്രവാദികളുടെ ചില ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം അല്പസമയത്തിനുള്ളിൽ തന്നെ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2 ഭീകരരെ വധിച്ചു എന്ന കാര്യം സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ബാരാമുള്ളയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇതുണ്ടായിരിക്കുന്നത്. നിരവധി ആയുധങ്ങളും പിടിച്ചെടുത്തു
പിടിച്ചെടുത്തു എന്ന കാര്യവും സൈന്യം ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ടി ജി സജിത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും ഇടവേളയ്ക്ക് ശേഷം. खुदाया कहाँ पे आपका बेटा कहाँ पे है?